നമസ്കാരം. എം.വി. ഗോവിന്ദന്റെ കസേര ഇളക്കി PJ ആർമി. പാർട്ടിയിൽ ആരുമല്ലാതായി മാറി പിണറായി. എം.വി. ഗോവിന്ദന്റെ കസേര PJ ആർമി ഇളക്കും. നേതൃമാറ്റ ആവശ്യം ശക്തമാകുമ്പോൾ രോഷം പൂണ്ട അണികൾ പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന് പറയുന്നു. പശ്ചിമ ബംഗാൾ ആവർത്തിക്കുമോ എന്ന ഭീതിയിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ജില്ലയിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് നേതൃത്വം മുക്തമാകുന്നതിന് മുൻപേ അണികളിൽ രോഷം അണപൊട്ടുകയാണ്. CPM-ന്റെ ഉറച്ച കോട്ടകളിൽ പോലും UDF വിള്ളലുണ്ടാക്കിയതോടെ പാർട്ടി നേതൃത്വത്തിനെതിരെ രോഷം അണപൊട്ടി ഒഴുകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അഴീക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പി ജയരാജനെ അനുകൂലിച്ചും ഔദ്യോഗിക നേതൃത്വത്തെ തള്ളിയും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. ഇത് ഫ്ലക്സ് ബോർഡുകളുടെ കാലമാണല്ലോ. അതിൽ പറയുന്ന ഇതാണ്: പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന വാചകങ്ങളുമായിട്ടാണ് അഴീക്കോട് മണ്ഡലത്തിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. പിണറായി വിജയന്റെയും എം.വി. ഗോവിന്ദന്റെയും നയങ്ങൾ പാർട്ടിയെ തകർത്തുവെന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. PJ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അച്ചടക്കവും വീര്യവും ഇപ്പോൾ പാർട്ടിക്കില്ല എന്നാണ് അണികളുടെ പക്ഷം. ജനകീയനായ നേതാവിനെ മൂലക്കിരുത്തി നൂലിൽ കെട്ടിയിറക്കിയ നേതാക്കളെ വാഴിച്ചതിന്റെ പരിണത ഫലമാണ് ഈ തോൽവിയെന്ന് സോഷ്യൽ മീഡിയയിലടക്കം കടുത്ത വിമർശനം ഉയരുകയാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എം.വി. ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ KK രാഗേഷും പരാജയപ്പെട്ടുവെന്നാണ് അണികളുടെ ആരോപണം തന്നെ. തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയ ഗോവിന്ദന്റെ നടപടിയെ കുടുംബ രാഷ്ട്രീയം എന്ന് വിളിച്ചാണ് അണികൾ പരിഹസിക്കുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും മട്ടന്നൂരിലും പാർട്ടി വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നും ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനമൊഴിഞ്ഞു കൊടുക്കണമെന്നുമുള്ള ആവശ്യത്തിന് ശക്തി കൂടുകയാണ്. ജില്ലയിലെ വോട്ട് വിഹിതത്തിലുണ്ടായ വൻ ഇടിവും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും ഭൂരിപക്ഷം കുറഞ്ഞതും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. പി ശശിയെപ്പോലുള്ളവരെ സംരക്ഷിക്കുകയും ജനകീയ നേതാക്കളെ തഴയുകയും ചെയ്യുന്ന പിണറായി ശൈലിക്കെതിരെയുള്ള പടയൊരുക്കമായി ഇതിനെ കാണേണ്ടി വരും. വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ നേതൃമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി ശക്തമാകും. കണ്ണൂരിലെ ഈ ഫ്ലക്സ് വിപ്ലവം AKG സെന്ററിനെ പോലും വിറപ്പിക്കുന്നുണ്ട്. അണികളുടെ വികാരം ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാകുമോ അതോ അച്ചടക്ക നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് സ്വയം പരിശോധിച്ച് തിരുത്തേണ്ട ഭാഗങ്ങൾ, ആ പാഠഭാഗങ്ങൾ ഉണ്ട് എന്നും അത് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഫലം സംബന്ധിച്ച് പി ജയരാജൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലതരം ജീർണതകളും കടന്നുവരും. അത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും, അല്ലെങ്കിൽ മങ്ങലേൽപ്പിക്കുമെന്നാണ് പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. മൂർത്തമായ അത്തരം പ്രശ്നങ്ങളും അത് പരിശോധിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നും പി ജയരാജൻ പ്രതികരിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനുമെതിരെ പാർട്ടി യോഗങ്ങളിൽ വിമർശനം കടുക്കുകയാണ്. എം.വി. ഗോവിന്ദൻ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം നേതൃയോഗങ്ങളിൽ ശക്തമാവുകയാണ്. ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന നിലപാടുകാരും പാർട്ടിക്കുള്ളിൽ ഉണ്ടുതാനും. തിരുത്തലുകൾക്ക് നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട് എന്ന് പി ജയരാജൻ അടക്കം ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്നാൽ ജനവിധിയെ പരിഹസിക്കുന്നതായിരുന്നു PB അംഗം വിജയരാഘവന്റെ പ്രതികരണം. LDF-നെ മാത്രമല്ല, തങ്ങൾക്ക് കോൺഗ്രസിനെയും ജയിപ്പിക്കാൻ കഴിയുമെന്ന് നേതൃത്വത്തിന് മുന്നിലേക്ക് CPM അണികൾ കൂടി പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് എന്നും ആ ആഘാതത്തിൽ നിന്ന് കരകയറുവാൻ CPM-ന് കുറച്ചധികം സമയമെടുക്കുമെന്നും തിരുത്തലുകൾക്ക് നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ് ഈ CPM-കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ വലിയ വിലയിരുത്തലുകൾ ഉണ്ടാകേണ്ടതുണ്ട്, വിമർശനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ വിമർശനങ്ങളിൽ നിന്ന് പുതിയ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാത്രമല്ല തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കണ്ണൂരിലെ പാർട്ടിയുടെ നെടുങ്കോട്ടുകളെ ഇല്ലാതാക്കിയത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന് വിമർശിക്കുന്നവർ ഇപ്പോൾ നേതൃത്വത്തിൽ തന്നെയുണ്ട്. അത് യോഗങ്ങളിൽ ഉയർന്നു വരുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇന്നത്തെ യോഗവും അതിന് സാക്ഷിയാവുകയാണ്. എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന അഭിപ്രായം അത് ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തിരിച്ചടിച്ചു എന്ന് പറയുവാനുള്ള ധൈര്യം ആരെങ്കിലും കാണിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇത് കാത്തിരുന്ന് കാണേണ്ടതാണ്. തിരുത്തേണ്ട ചില കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള പി ജയരാജന്റെ ഫേസ്ബുക്കിന്റെ ചില സൂചനകൾ നൽകുന്നത് തന്നെ അത്തരത്തിലാണ്.
കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി രംഗത്തേക്ക് വരുമ്പോൾ ചില ജീർണതകൾ ബാധിക്കുമെന്ന വാചകം മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പി ജയരാജന്റെ വാക്കുകളാണ്. എന്നാൽ ആ വാക്കുകൾ അർത്ഥവത്വമാണ്. എന്നാൽ ജനവിധിയെ പരിഹസിക്കുകയാണ് CPM അംഗമായ A വിജയരാഘവൻ ചെയ്തത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഒരേ സമയത്ത് കണ്ണൂർ പോലൊരു ജില്ലയിൽ ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ അണികൾക്കിടയിൽ നിന്ന് MP ഗോവിന്ദന്റെ കസേര ഇളക്കി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ PJ ആർമി വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയിൽ ആരുമല്ലാതായി മാറുന്ന ഒരു കാഴ്ചയാണ് പിണറായിക്കുണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? തന്നിഷ്ടം, ധാർഷ്ട്യം, ജനങ്ങളോട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു നേതാവായി മാറിയതിന്റെ എല്ലാ തിക്താനുഭവങ്ങളും പാർട്ടിയും പാർട്ടി നേതാക്കളും പാർട്ടി അണികളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കൊണ്ട് ഇട്ടത് ഈ MP ഗോവിന്ദനും പിണറായി വിജയനുമാണ് എന്ന് ജനങ്ങൾ അല്ലെങ്കിൽ അണികൾ കരുതുകയാണ്. പക്ഷെ അവിടേക്ക് വരുന്ന PJ ആർമി എന്ന് പറയപ്പെടുന്ന ആർമി, അത് ഇന്ന് ഈ പാർട്ടിയെങ്കിലും ഉണ്ട്. നാളെ ഈ ജയരാജനെ പോലുള്ളവരാണ് ഇതിനെ നയിക്കുന്നത് എങ്കിൽ ഈ പാർട്ടി പോലും കാണില്ല.